എന്തിനു ചുവന്ന കുറി വേണം? അത് അമ്പലത്തിൽ നിന്ന് തരുമ്പോ ഇവിടെ തൊട്ടല്ലേ പറ്റൂ. പിന്നെ വേറൊരു വലിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളതിനെ പേഴ്സണാലിറ്റി ഒരു ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ആൻസർ ചെയ്യാൻ പറ്റണം. അതെ, ഇതൊക്കെ നമ്മൾ കോഴ്സിൽ പഠിക്കും. ഓരോരോ നമ്മളെ ഇന്ത്യൻ സിസ്റ്റങ്ങളുടെ സയന്റിഫിക് സൈഡും നമ്മൾ വാസ്തുശാസ്ത്രപ്പുറത്തേക്ക് വലിയൊരു അറിവിന്റെ ഭണ്ഡാരം കൂടി തുറന്നു കൊടുക്കുക. വാസ്തുവിലും ഭാഗമാണത്. വാസ്തുവിന്റെ അപ്പുറത്തായിട്ട് ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞു എന്റെ വലിയ ആഗ്രഹമാണ് ഇത് പഠിക്കണം എന്നുള്ളത്, പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ല അത് ഈ വർഷം നമുക്കാകാം. ഇത് സാർ എന്നെ പഠിപ്പിക്കാത്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. പഠിച്ചിട്ട് ഇനി മാറുമോ, അതാക് മീഡിയ ഇനി വാസ്തു മീഡിയ ആകുമെന്നാ. എല്ലാവരും വാസ്തു പഠിക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക. നിശാന്ത് സാർ നമസ്കാരം. നമസ്തേ സാർ, ഈ പേഴ്സണൽ വാസ്തു നമ്മള് ഇൻഡസ്ട്രിയൽ വാസ്തു ഒക്കെ പോയ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തതാണ്. ഈ പേഴ്സണൽ വാസ്തു എന്ന് പറയുന്ന കൺസെപ്റ്റും ജ്യോതിഷവും ഒന്നാണ്? രണ്ട് സബ്ജക്റ്റാണ്. ജ്യോതിഷത്തില് നമ്മള് പ്ലാനറ്റ്സുമായിട്ടുള്ള കണക്ഷനാണ് ഓരോരോ. അതായത് നമ്മൾ ജനിക്കുന്ന ആ സമയത്ത് പ്ലാനറ്ററി പൊസിഷൻ എങ്ങനെയാണ് അത് വെച്ചിട്ട് ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണത്. അപ്പൊ അത് വെച്ചിട്ടാണ് അതാക്കുന്നത്. പേഴ്സണൽ വാസ്തുവിൽ അങ്ങനെയല്ല. ഈശ്വരൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളും. അപ്പോൾ ഓരോ ആളുകളിലും ഓരോരോ ഈ 5 എലമെന്റ്സിൽ ഓരോന്നിന്റെ സ്വാധീനം കൂടും. അപ്പൊ അതിനൊരു ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ട്. അത് കാൽക്കുലേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ ഏത് എലമെന്റാണ് കൂടുതലുള്ളത് എന്നറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ടായിരിക്കും അവര് സ്വഭാവം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചിലവർ അവാർഡ് സിനിമയിലായിരിക്കും, ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കും. നേരെ കുറച്ചോ ചിലവർ ആക്ഷൻ ത്രില്ലറായിരിക്കും, എപ്പോഴും അത് ചെയ്ത് ആവേശ കമ്മിറ്റിയൊക്കെ ഇരിക്കും. ഇത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ അവരിൽ ഫയർ എലമെന്റാ കൂടുതൽ. ഇങ്ങനെ ഓരോ എലമെന്റ് കൂടുന്നതിനനുസരിച്ച് അവരുടെ ക്യാരക്ടർ മാറും, അവരുടെ ക്വാളിറ്റി മാറും. എല്ലാവരും ലീഡേഴ്സ് ആകില്ല, ചിലവർ സേവകന്മാരാകും. ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ സേവകനാകുന്ന അയാളുടെ എലമെന്റ് അതാണ്. ഇപ്പോ മാരുതി ഉണ്ട്, മെർസിഡസ് ഉണ്ട്, ടയോട്ട ഉണ്ട്, ഇതൊക്കെ കാറ് തന്നെയാ. പക്ഷെ ഓരോ കാറും ഓരോന്നാ. അതുപോലെ നമ്മളെ വ്യക്തികളിലും ഓരോരോ ക്വാളിറ്റി കാണിക്കും. ഈ പേഴ്സണൽ വാസ്തു എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കാര്യങ്ങള് ഒന്ന് പറയാം. വെരി ഗുഡ്. അതൊരു രസമല്ലേ? ഗുഡ്. അങ്ങയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയുമോ? 6/11/1989. 6/11/1989. ഗുഡ്. അങ്ങയില് ഡൊമിൻ ചെയ്യുന്നത് എർത്ത് എലമെന്റാ. സാധാരണ പറയാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തില് എന്താ ഈ ഋഷിമാരായിരിക്കുന്നവരൊക്കെയാണ് ഈ ജന്മത്തിൽ ഈ ഊർജം വരിക എന്നാ. അതായത് ദേ ആർ ബോൺ എന്താ പറയുക, ഗുരുക്കന്മാരാ. ഒരുപാട് നോളജ് ഉണ്ടാവും. ബാക്കിയുള്ളവർക്കൊക്കെ പഠിച്ചൊക്കെ ഉണ്ടാക്കണം. ഇവർക്ക് ഇങ്ങനെ വന്നിരുന്നാൽ മതി, അപ്പൊ ഫ്ലോ ഇങ്ങനെ വരും. റിയലി അങ്ങനെ വരും. അത് ഈ ഒരു ഇത് കൊണ്ടുള്ള അറിവ് കൊണ്ടല്ല, അതെങ്ങനെ ഫ്ലോ വരുന്നയാ. അവർ കണക്റ്റഡ് ആവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആക്ഷൻസ് കുറച്ച് കുറവായിരിക്കും. അതെന്ന് പറഞ്ഞാല് ബോഡി മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. വയ്യാത്തത് കൊണ്ടല്ല, എർത്ത് എലമെന്റുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ വേണം 3 ദിവസമൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുക. എനിക്ക് പാടാതെ അല്ല, അതാണ്. അപ്പൊ അതിലെ ആക്ഷൻ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ വയ്യാണ്ടാവും. അതപ്പം എർത്ത് എലമെന്റുകാർ എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം അങ്ങനെ ആ ആക്ഷൻസ് കൂട്ടി, അല്ലെങ്കിൽ കരാട്ട ക്ലാസ്സിലൊക്കെ പോയി ജോയിൻ ചെയ്യാൻ പറയും. അപ്പൊ ആക്ഷൻസ് കൂട്ടിയിട്ടില്ലെങ്കിലാണ് ഈ നീരുവൊക്കെ അങ്ങനെയുള്ള പ്രശ്നമൊക്കെ പറയുന്നത്. അപ്പൊ ഇതിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ ഊർജത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അണ്ടറിൽ നിൽക്കാൻ പറ്റില്ല. ബോൺ ലീഡേഴ്സാ. ഡാർ ഡബിൾ ഡാൻ എന്നറിയില്ല. അതായത് ഏതിന് അതെങ്ങനെയാണെന്നൊന്നുമില്ല, അത് ചെയ്തിരിക്കും. അതാണ്. അതിന് അപ്പുറം ഇപ്പുറം നോക്കൂല, അറിഞ്ഞുകൊണ്ട് പുറപ്പെടും. ഈ ഒരു ഡയറിങ് ഉണ്ടല്ലോ, ഇതാണ് ഈ എർത്ത് എലമെന്റുകാരുടെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവരുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കുന്നത്. കാരണം ഉള്ളില് ഇങ്ങനെ ഓരോന്ന് എപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതില് ഒന്ന് ആരും അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വന്തമായിട്ടുള്ളത് ഇതിലാണ് വരിക. പിന്നെ രണ്ടാമത്തത് ഒരേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ തോട്ട് പ്രോസസ്സ് കുറച്ച് കൂടുതലായിരിക്കും. അതായത് കഴിഞ്ഞ കാസറ്റ് വല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞത് മുന്നേ ഉള്ളതും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഒക്കെ എന്നിട്ട് ഒരു നെറ്റലായിരിക്കും ഇതുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഒരു നേച്ചർ. പിന്നെ ചില ഇന്റർവ്യൂ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴേ നമ്മളിങ്ങനെ വേറെ കാര്യങ്ങൾ ആലോചിക്കും. 2 മിനിറ്റ് അയ്യോ ഞാൻ ഇന്റർവ്യൂലാണല്ലോ, കിട്ടും എനിക്ക് എന്താ പറഞ്ഞെന്നുള്ളത് ഇപ്പുറത്തെ മൈൻഡിൽ കൂടെ കിട്ടും. ഇല്ല വിടില്ല ഞാൻ. അതായത് ഇതിന്റെ എന്താണെന്ന് വെച്ചാൽ എവിടെ വെച്ചിട്ടാണ് അവസാനിച്ചത് അതിന്റെ ഒരു സ്ലോട്ട് വഴി ഉണ്ട്. എന്നിട്ട് പിന്നെ അത് പോയിട്ട് ലിങ്ക് ചെയ്യും. ഇതൊക്കെ ഈ എനർജിക്കാരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള കഴിവാ.
ഇപ്പൊ എർത്ത് എനർജി എന്നാ ഞങ്ങളതിൽ പറയാം. അപ്പൊ എർത്ത് എനർജിയാണോ വേറൊന്നും വേണ്ട, രോഹിത് സാർ എന്ന് പറഞ്ഞാൽ മതി. അല്ല, പറയണത് എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ഓരോ വ്യക്തികളിലും ഓരോ എനർജി ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ കാല് താങ്ക് യു, കാല് ഇങ്ങനെ ക്ലിങ്ങായി വരും. അതായത് ഈ ക്ലിങ് ആയ അതിന്റെ അർത്ഥം നിങ്ങൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ്. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചു അത്, പക്ഷെ നേരത്തെ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ആളുകളില്ല, പക്ഷെ എനിക്കറിയാം. അതുകൊണ്ട് ഓക്കെ എന്ന്. അപ്പൊ ഈ എർത്ത് എനർജിക്കാര് ശരിക്കും പറയാണ് ഒരുപാട് സ്നേഹമുള്ളവരാ, പക്ഷെ തികഞ്ഞ വൈരാഗികളായിരിക്കും. വൈരാഗി എന്ന് പറഞ്ഞാൽ ഒരു നോൺ അറ്റാച്ച്മെന്റ്. എല്ലാവരും എടുത്തും എന്താണോ വേണ്ടത് അത് പെർഫോം ചെയ്യും, പക്ഷെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. ഈ സെക്കൻഡിൽ വേണം ഇവിടുന്ന് എണീച്ച് പോയി കളി. ഒരു സാധനം ഉണ്ടാവില്ല, ഒരു ബന്ധം ഉണ്ടാവില്ല. അത് വെറുക്കുവാണെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ സ്നേഹിച്ചാൽ ഞാൻ ഇരിക്കും. ഞാൻ സാറിനോട് ഇപ്പൊ 2 മണിക്കൂറായി ഇവിടെ ഇരിക്കുക. നമ്മള് പിന്നെ കഥ പറയില്ല, അതുകൊണ്ടാണ്. അല്ല, പറയാണ് അതാണ് ഏത് സമയത്ത് വേണം കട്ട് ചെയ്യുക, ഏത് സമയത്ത് വേണം ക്വിറ്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടമില്ലാത്ത എന്ത് നടന്നാലും ഞാൻ ക്വിറ്റ് ചെയ്തിരിക്കും. അപ്പൊ അതിനൊരു കുഴപ്പമുണ്ട്. എന്താണെന്ന് അറിയാം, അത്രയും നമ്മൾ വർക്കൗട്ട് ചെയ്തു കൊണ്ടുവന്നായിരിക്കും. എന്നിട്ട് ആ സെക്കൻഡിൽ ക്വിറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള നിങ്ങളെ കൂടെ ഉള്ളവർക്ക് ചിലവർക്ക് സങ്കടം ഉണ്ടാവും, ചിലവർക്ക് അതിന് ഉപയോഗപ്പെടുത്തും. അവരെന്നിട്ട് അത് എടുത്തിട്ട് മുതലാക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും ചെയ്ത വർക്ക് വെറുതെ സ്വാഹ. ഇതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം. അതായത് എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനികളാണ്. അപ്പൊ ചെറിയൊരു ഈഗോ പ്രോബ്ലം ഇത് അറിയുന്നവർ അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. എത്ര ലക്ഷം രൂപ പോയിന്നോ അല്ലെങ്കിൽ എത്ര സമയം പോയിന്നോ ചിന്തിക്കില്ല. ഏത് സെക്കൻഡിലും ഇതാവും. ഈ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാം ഗുഡ് പെർഫോമേഴ്സാ. എല്ലാം എന്താണോ വേണ്ടത് അത്രയും അളവിലും തൂക്കത്തിലും എല്ലാം ഉണ്ടാവും. ഒരു സാധനം ബാക്കി വെക്കില്ല, എല്ലാ അക്കൗണ്ട്സും ക്ലിയർ ആയിരിക്കും. അത് പിന്നെ ഒരു അറ്റാച്ച്മെന്റും ഇല്ല, എപ്പോഴും സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൽ നിൽക്കുകയാണ് ചെയ്യുക. പിന്നെ ഒരു ഭാഗ്യം, ഇന്ന് വരെ ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ഒരിക്കൽ. എത്ര രൂപ അടിച്ചു? 3000 രൂപ. വലിയ കിട്ടലാണത്. അത്രയൊന്നും അതൊക്കെ നല്ല കഥ. ഞാൻ പണ്ട് നാട്ടില് കോവിഡിന് മുമ്പ് സ്ഥാപനമുണ്ട്. താഴെ നിൽക്കുമ്പോ അവിടുത്തെ CPM-ന്റെ ഒരു നേതാവ്, നമ്മുടെ ഒരു ജ്യേഷ്ഠനാ, പുള്ളി വന്ന് ഞങ്ങൾ കഥ പറഞ്ഞിട്ട് ലോട്ടറിക്കാരൻ വന്നു. ഞാൻ തമാശക്ക് പുള്ളിയോട് പറഞ്ഞു, പുള്ളിക്ക് ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്, എപ്പോഴും ഒരു ടിക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞു. പുള്ളി ഒരു ടിക്കറ്റ് എടുത്തു തന്നു, ഒരു പൂജാ മെമ്പർ ആയിരുന്നു. പുള്ളി ടിക്കറ്റ് എടുത്തു തന്നു. ഞാനിതിന്റെ ഫോട്ടോ എടുത്ത് പുള്ളിക്ക് തന്നെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ് നോക്കിയിട്ട് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം അവിടെ ഓഫീസിൽ ഇരിക്കുമ്പോ പുള്ളി കയറി വന്നിട്ട് ടിക്കറ്റ് എടുത്തേ, എന്താ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൽ 3000 രൂപ അടിച്ചിട്ടുണ്ട്, 2000 വെച്ചോ. അതെന്തോ 1000 രൂപ എന്റെ മിഷൻ. അല്ല, ഇതെന്താണ് പറയാൻ കാരണം എന്താ പറയാ, രോഹിത് ജിന്റെ എനർജിയിൽ അങ്ങനെ വേറെ ഒരാൾ 5 പൈസ പോലും രോഹിത് ജിക്ക് കിട്ടില്ല. അതായത് ഭാഗ്യം ഇല്ല എന്നല്ല പറയാ, കർമ്മം കൊണ്ട് ഭാഗ്യം സൃഷ്ടിക്കുക. മനസ്സിലായി. അതായത് വെറുതെ ഒരിക്കലും കിട്ടില്ല. ഒരു ചായ പോലും നിങ്ങൾക്ക് കിട്ടൂല. അതാണ് ഇതൊക്കെ ഉണ്ട്. എല്ലാവരുമായിട്ടും നല്ല ലോകിയൊക്കെ ആയിരിക്കും, പക്ഷെ വെറുതെ ഒരു ചായ പോലും ആരും മേടിച്ചു തരില്ല. നിങ്ങൾക്ക് വേണോ നിങ്ങൾ ഉണ്ടാക്കുക, നമ്മളെ ലോകം നമ്മൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള പോവുക. ഇത് ഇങ്ങനെ ഓരോ വ്യക്തിക്കും ഓരോ എനർജി ഉണ്ട്. ഇത് മുൻകൂട്ടി അറിയുകയാണെങ്കിൽ, നമ്മൾ ചൈൽഡ്ഹുഡ് തന്നെ, കുട്ടിക്കാലത്ത് തന്നെ അറിയുകയാണെങ്കിൽ കുറെ ഗുണങ്ങളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വലുതായിട്ട് ആരാകണം, ഇതിനൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ആ എനർജിയിലുള്ളതാവുമ്പോഴാണ് ആളുകൾ എൻജോയ് ചെയ്യുക. കുഞ്ഞുനാൾ മുതൽ ഇത് അറിയാമെങ്കിൽ രക്ഷകർത്താക്കൾ അതിനനുസരിച്ച് ഇയാളെ മോൾഡ് ചെയ്തെടുക്കാമല്ലോ. കറക്റ്റ്, തീർച്ചയായിട്ടും. അവിടെയാണ് ഈ ഒരു സയൻസിന്റെ പ്രാധാന്യം. അതായത് എന്ന് പറഞ്ഞാൽ വ്യക്തിഗത വാസ്തു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ സാറിന്റെ അടുത്ത് മാത്രമാണ് കേട്ടത്. കാരണം ഈ ഒരു വ്യക്തിക്കും വാസ്തു ഉണ്ട് എന്നുള്ളത് കേരളത്തിൽ ആർക്കും അറിയില്ല. ഇത് തെറ്റെന്നല്ല കേട്ടോ പറയണത്. നമ്മളെ കേരളത്തിലൊരു ലിമിറ്റഡ് നോളജ് ബേസിലാണ് പോകുന്നത്. നമ്പർ വെച്ചിട്ടാണോ കൂട്ടുന്നത്? ഇത് ശരിക്കും ഒരു കാൽക്കുലേഷൻ ആണ്. അത് സീക്രട്ട് ഒന്നും എനിക്ക് ഇതിൽ പറയാൻ പറ്റില്ല. എന്നാലും അത് ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇത് പറയുന്നത്. വാസ്തുഭാരതിയിൽ പഠിപ്പിക്കുന്ന കോഴ്സിൽ വ്യക്തിഗത വാസ്തു പഠിപ്പിക്കുന്നുണ്ട്. റെമഡിയൽ വാസ്തു എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. വാസ്തുഭാരതിയിൽ പ്രധാനമായിട്ടും 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സിനാണ് പ്രാധാന്യം. അതായത് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 പ്രാവശ്യമാണ് 2 ബാച്ചുകളാണ് ഉണ്ടാകും. ഒന്ന് August 15 തുടങ്ങുന്ന ബാച്ചും 2 January 26 ആരംഭിക്കുന്ന വാസ്തു ഭാരതിയാണ്. അപ്പൊ ഭാരതത്തിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. മാത്രമല്ല വാസ്തുശാസ്ത്രം പഠിക്കുന്നതിലൂടെ അവർക്ക് ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യത്തിലേക്ക് വരാനും പറ്റുമല്ലോ. കറക്റ്റ്. റിയൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യവും റിപ്പബ്ലിക്കും. അതായത് എന്ന് പറഞ്ഞാല് 3 ആളെ രക്ഷപ്പെടുക. 1 ആ വാസ്തു ഉപയോഗിക്കുന്ന ആള്, 2 വാസ്തു നോക്കുന്ന ആള്, പിന്നെ ഇതിന്റെ ഇടക്ക് നിൽക്കുന്ന ആളും രക്ഷപ്പെടും, പഠിപ്പിച്ചു കൊടുക്കുന്ന ആളും രക്ഷപ്പെടും. അല്ല, പറയണത്. അപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ചാൽ സമൃദ്ധി കൊടുക്കുക എന്നാണ്. അപ്പൊ അതിന് വ്യക്തമായ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഡിപ്ലോമ കോഴ്സിൽ നല്ലൊരു വാസ്തു കൺസൾട്ടന്റ് ആകാനുള്ള ഒരു കോഴ്സാണ്. അതായത് ഒരു വീട്ടിൽ പോയാൽ എങ്ങനെ വാസ്തു നോക്കണം, പിന്നെ വെറുതെ കുറേ
കാലഘട്ടത്തിനനുസരിച്ച് നമ്മളെല്ലാം നോളജ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ ഓടിട്ട വീടുണ്ട്, പക്ഷെ നമ്മൾ മരത്തിന്റെ കഴുക്കോലിനും പട്ടികക്കും പകരം GI പൈപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇപ്പോഴും ഉത്തര ചുറ്റളവിലാണ് നമ്മൾ ഇവിടെ കുടുങ്ങി കിടക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കണം. പക്ഷെ നമ്മളിപ്പോ RC വീടുകളിലേക്ക് മാറുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ശാസ്ത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റഡ് കോഴ്സാണ് പഠിപ്പിക്കുന്നത്. ആണ്. അപ്പൊ അതിൽ നമ്മൾ ഈ ചുറ്റളവ് ആസ്പദമാക്കിയിട്ടുള്ള നമ്മളെ ടച്ച് ശാസ്ത്രവും പഠിക്കും. അറ്റ് ദ സെയിം ടൈം വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റാണ്. അതിൻ്റെ ഒരു ചെറിയ സബ്ജക്റ്റാണ് ചുറ്റളവും കണക്കും ഉള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ കേരളത്തിൽ ഈ ചുറ്റളവും ഇത് മാത്രമാണ് വാസ്തു എന്നാണ് പല ആളുകളും ധരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഈ പഞ്ചഭൂതങ്ങൾ അങ്ങനെയുള്ളതൊന്നും നമ്മളെ വാസ്തുവിൽ, ഈവൻ മനുഷ്യാലയ ചന്ദ്രികയിൽ പോലും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അല്ല, അതാണ് കേരളത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ ചുറ്റളവ് നോക്കുമ്പോൾ ആ അളവ് ശരിയായിരിക്കും, പക്ഷേ ആ പർട്ടിക്കുലർ എലമെന്റിന്റെ സ്ഥാനം അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ എത്രയോ കണക്ക് പ്രകാരമൊക്കെ ഉണ്ടാക്കി എത്രയോ വലിയ ഇല്ലങ്ങളും നാലുകെട്ടുകളും ഒക്കെ നശിച്ചു പോവുകയാണ്. അത് എന്തുകൊണ്ട് കാലാകാലം നിൽക്കണില്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ തെറ്റല്ല, അതിൽ ഒരു വിപുലമായിട്ടുള്ള ഇങ്ങനെയുള്ള ശാഖകളും കൂടി അതിൽ ഉൾപ്പെടുത്തണം. നമ്മൾ വാസ്തുഭാരതിയിൽ കോഴ്സ് പഠിച്ചാല് ഇന്നത്തെ കാലത്തെ വാസ്തുശാസ്ത്രം, അതായത് പൗരാണികമായി നമ്മൾ പഠിച്ചു വരുന്ന ഗ്രന്ഥങ്ങളെ അധിഗ്രഹിച്ച പുസ്തകങ്ങളിൽ നിന്ന് ഇന്നത്തെ ടെക്നോളജി കൂടി ഇൻക്ലൂഡ്, അതായത് മയമതം, മാനസാരം, മനുഷ്യാലയ ചന്ദ്രിക, സമരാംഗണ സൂത്രധാര, ഇങ്ങനെ കുറച്ച് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എടുത്തിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും പഠിക്കുക. അറ്റ് ദ സെയിം ടൈം എന്തുകൊണ്ട് കിഴക്കോട്ട് തലവെച്ച് കിടക്കണം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതങ്ങനെയാ. പക്ഷെ ഇതിന്റെ സയൻസ് അറിയണേ നമുക്ക്. എന്തുകൊണ്ടാണ് കന്നിമൂലക്ക് ഇത്ര ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ട് കന്നിമൂല ടോയ്ലറ്റ് പാടില്ല, അത് പാടില്ല, അത് ദോഷം കേട്ടോ. എന്താ ദോഷം? ഇത് കന്നിമൂലയാണ്. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം പിടിക്കുക. അതാണ് ഇത്. യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്കും പറയാൻ അറിയില്ല എന്തുകൊണ്ട്, അതിന്റെ സയൻസ് എന്താണെന്ന് അറിയണില്ലേ. ഇപ്പൊ വാസ്തുഭാരതിയിലുള്ള ഒരു സ്റ്റുഡന്റ് ആണോ അത് ഭൂമിയുടെ ഒഴുക്ക് പഠിക്കും, ഊർജ്ജ പ്രവാഹം പഠിക്കും, ഇതിന്റെ സയന്റിഫിക് ആയിട്ട് എന്തുകൊണ്ടാണ് അത് വരുന്നത്. പണ്ട് ഞാനൊരു വാസ്തുശാസ്ത്രക്കാരനെ ഒരു വസ്തു നോക്കിച്ചു എന്റെ. അപ്പൊ പുള്ളി ഇങ്ങനെ വന്ന് കോമ്പസ് ഒക്കെ വെച്ചു, വെറ്റിലേക്ക് വെച്ചു, വെറ്റിലേക്കകത്ത് ഇതെടുത്തു, എന്നിട്ട് തുമ്പില്ലാത്ത എന്തോ വെറ്റിലെന്തോ കിട്ടി, ലക്ഷണം മോശം, കോമ്പസ് വെച്ചു. പുള്ളി പെട്ടെന്ന് കാൽ കയറിയെങ്കിലും എന്താട്ടാ എന്താ എന്താ സാറേ അത് ഇവിടെ വീട് വെക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അതെന്താ അവിടെ വീട് വെക്കാൻ പറ്റില്ല, കണ്ടില്ലേ കോമ്പസ് വടക്കോട്ടിരിക്കുന്നത്, അല്ല തെക്കോട്ടോ എന്തോ പറഞ്ഞു നിൽക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇത് ഇവിടെ വരുത്തുപോക്കുള്ള ഭൂമിയാണ്, ഇവിടെ വെക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ അതെങ്ങനെയാ, അതങ്ങനെയാണ്. പുള്ളി വണ്ടി എടുത്ത് പോയി, ഞാൻ പുറകെ പോയി. ഞാൻ വണ്ടി ഒന്ന് പറഞ്ഞു തന്നിട്ട് പോകും, എന്താ പ്രശ്നം? അത് ആ മൊത്തം കിടക്കുന്ന പ്ലോട്ടിന്റെ അങ്ങേ മൂലയ്ക്ക് ഒരു സ്ഥലം കണ്ടോ, അവിടെയാണ് മാത്രമാണ് ഒരു വീട് വെക്കാനുള്ള സ്ഥലമുള്ളത്, വേറെ വീട് വെക്കാൻ പറ്റില്ല. അപ്പം ഇത് പ്ലോട്ട് തിരിച്ചു കൊടുത്തേക്കുക, അതിലൊരു 8 സെന്റാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്, ആശിച്ച് മോഹിച്ച് മേടിച്ചേക്കുക, വെക്കാതിരിക്കാൻ പറ്റുമോ? അതാണ് ഈ കാലഘട്ടത്തിലെ പ്രാധാന്യം. ഒരാള് ലോൺ എടുത്തിട്ടൊക്കെയാണ് ഒരു 3 സെന്റൊക്കെ മേടിക്കുക. എന്റെ സങ്കടം എന്താണെന്നറിയോ, ഞാൻ എന്റെ 22ാമത്തെ വയസ്സിൽ ഈ വസ്തു വാങ്ങിയിട്ട് കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിച്ചതും ഒക്കെ കൂടെ കൊടുത്ത് ആ ബോർഡറും കെട്ടി മണ്ണും ഫില്ല് ചെയ്ത് റോഡ് ലെവലാക്കി ഇട്ടേക്കാണ് എന്റെ വസ്തു. വീടൊക്കെ എന്റെ സ്വപ്ന ഗ്രഹം പണിയാൻ 22-23 വയസ്സിലെ കഥയെ പറയുന്നത്. അപ്പോഴാണ് ഒരുത്തം വന്നിട്ട് പറയുന്നത് ഇവിടെ വീട് വെക്കാൻ പറ്റില്ല, ചങ്ക് തകർന്നു പോയില്ലേ. അവസാനം ഞാൻ പറഞ്ഞു അവിടെ ഉള്ളൂ. ഞാൻ ഇതിപ്പോ എന്താ ചെയ്യാൻ പറ്റും, ഇത് കൊടുത്തിട്ട് അത് മേടിക്കാനും പറ്റില്ല, വേറെ ആളുടെ കയ്യിലാണ്. എല്ലാം കഴിഞ്ഞു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, വേറെ ആളെ കൊണ്ട് പ്ലാൻ വരപ്പിച്ചു. വേറൊരു വാസ്തുശാസ്ത്രം നോക്കുന്ന ഒരാൾ വന്നു, പുള്ളി എനിക്ക് കുറ്റി അടിച്ചു തരുന്നു. പുള്ളി അതൊന്നും നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, ഇതാണ് പ്ലാൻ, ഇത് വരയ്ക്കൂ, പണിയുമോ. അപ്പം പുള്ളി പറഞ്ഞത് മരണം സംഭവിക്കുന്നവർ. വർഷം കുറെ കഴിഞ്ഞു. വീട്ടില് അച്ഛന് അതിനുശേഷം 2-3 തവണ അദ്ദേഹത്തിന് അതിന് മുമ്പ് അറ്റാക്ക് കഴിഞ്ഞ് ബൈപ്പാസ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ വസ്തു വാങ്ങുന്നത്. അച്ഛൻ ഇന്നും ദൈവം സഹായിച്ചു വലിയ കുഴപ്പമില്ലാണ്ട് പോണു. ഇത്രയും വർഷം കഴിഞ്ഞു. ഇനി ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ആ മൂലയിൽ വീട് വെച്ചവർ അത് വിറ്റുപോയി. അത് വിറ്റുപോയി വേറെ പാർട്ടി വാങ്ങി വലിയ വീട് വെക്കുന്നുണ്ട്. ഇനി ഈ പുള്ളി തന്നെ ആ വസ്തുവിന്റെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു വീടിന് സ്ഥാനം കണ്ടുകൊടുത്തു, ആ വീട് പണിഞ്ഞു, ആ വീട്ടിലുള്ള ആളുകൾ സമാധാനത്തോടെ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വിശ്വാസം, അന്ധവിശ്വാസം, ഇതിലുപരി ഈ വിശ്വാസത്തിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ സന്ധ്യക്ക് നമ്മൾ വിളക്ക് വെക്കുന്നത് എന്തിനാണ് ശരിക്കും സന്ധ്യക്ക് വിളക്ക് വെക്കുന്നത്? ഒരു പോസിറ്റീവ് എനർജി കിട്ടുക. അതിൻ്റെ ഒരു വലിയ സയൻസും കൂടിയുണ്ട്. അതായത് സന്ധ്യ സമയത്താണ് അപ്പോൾ പറയും വടക്ക് ഭാഗത്തെ വാതിൽ അടച്ചിടണമെന്ന്. ഇതെന്തിനാ വടക്ക് വാതിൽ? അതായത് ബാക്കിയുള്ള ജനലും വാതിലും ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അണുക്കൾ വരുന്ന സമയമാണ് സന്ധ്യാസമയം. അപ്പൊ ആ സമയത്ത് ഒരു പ്യൂരിഫയർ ആണ് യഥാർത്ഥത്തിൽ ഈ വിളക്ക്. അപ്പൊ എല്ലാ അണുക്കളും ഒക്കെ എന്താവും അതിലേക്ക് വരും. കൂടാണ്ട് നമ്മൾ അവിടെ ഇരുന്ന് രാമ രാമ എന്നൊക്കെ ജപിക്കുമ്പോൾ ആ
വൈബ്രേഷൻ ആണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അതിന്റെ സയൻസ് നമ്മൾ ആൾക്കണം. എന്തിനിവിടെ കുറി തൊടണം, എന്തിനു ചുവന്ന കുറി വേണം? അമ്പലത്തിൽ നിന്ന് തരുമ്പോ ഇവിടെ തൊട്ടല്ലേ പറ്റും. അല്ല, ഇതിൽ കുറെ ഇതിന്റെയൊക്കെ സയൻസ് നമ്മൾ ഇതൊക്കെ നമ്മൾ കോഴ്സിൽ പഠിക്കും. ഓരോരോ നമ്മളെ ഇന്ത്യൻ സിസ്റ്റങ്ങളുടെ സയന്റിഫിക് സൈഡും നമ്മൾ വാസ്തുശാസ്ത്രം അപ്പുറത്തേക്ക് വലിയൊരു അറിവിന്റെ ഭണ്ഡാരം കൂടി തുറന്നു കൊടുക്കും. വാസ്തുവിൽ ഭാഗമാണത്. വാസ്തുവിന്റെ അപ്പുറത്തായിട്ട് ഒന്നുമില്ല. വെറും നമ്മൾ ഈ ചുറ്റളവ് നോക്കൽ മാത്രമാണ് വാസ്തു എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് തെറ്റ്. പകരം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ ഓരോരോ ഇപ്പൊ കുട്ടികൾ ഉണ്ടാകുക, ഇത് വാസ്തുവായിട്ട് ബന്ധപ്പെട്ടാണ്. ജോലി കിട്ടുക, ഇത് വാസ്തുവായിട്ട് ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ നമ്മളെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും വാസ്തുശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട. വാസ്തുവിന്റെ വേറെ ഒരു പേര് ഇവന്റോളജി എന്നാണ്. ഇവന്റോളജി എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ എങ്ങനെയാണ് ഓരോ ഇവന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ശരിക്കും വാസ്തുശാസ്ത്രത്തിന്റെ പേർപ്പസ് അതാണ്. ഭാഗ്യകൽപ്പം എന്നാ പറയുക. അതായത് ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ ഭാഗ്യം ഉണ്ടാക്കാം. അപ്പോൾ അതായത് സമയാസമയങ്ങളിൽ വേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണം. എന്ത് കുഴിയിലെ കാല് കിട്ടിക്കുമ്പോ അതൊക്കെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇത് കോഴ്സ് പഠിക്കാൻ എന്താ ക്വാളിഫിക്കേഷൻ? ക്വാളിഫിക്കേഷൻ ഈ നമ്മൾ NACTETന്റെ സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് കോഴ്സാണ്. അപ്പൊ അതിൽ അവർ ക്വാളിഫിക്കേഷൻ പറയുന്നത് +2, അതായത് +1 +2 അത് ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. അപ്പൊ അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. അപ്പൊ അതിലൊരു 5 പേപ്പേഴ്സ് ഉണ്ടാവും. അത് ലാസ്റ്റാണ്. അപ്പോൾ ഒരു 24 ക്ലാസ്സുകൾ ഓൺലൈനായിട്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ കുറ്റി അടിക്കുക തോന്നുമ്പോൾ ഓൺലൈനിൽ പഠിപ്പിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതിനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളുണ്ട്. അതൊരു 4-5 ക്ലാസ്സുകൾ, അധികം 2 ക്ലാസ്സിൽ തന്നെയാവും. അപ്പോൾ ഒരു 2 പ്രാവശ്യം ഒന്ന് നിങ്ങൾ തൃശ്ശൂർ വരേണ്ടി വരും. പിന്നെ എക്സാം എഴുതാനാണ്. അല്ലാണ്ട് ബാക്കിയെല്ലാം ലോകത്തിലുള്ള പല ഭാഗത്തു നിന്നുള്ള ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർ ലീവിൽ വരുമ്പോഴൊക്കെ ഈ പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ കണ്ടു മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരാള് കാനഡയിൽ ഇരുന്നുകൊണ്ട് കോഴ്സിന് എടുത്താൽ ഈ കോഴ്സിന്റെ സമയത്തിനുള്ളിൽ പുള്ളിക്ക് വരാൻ പറ്റില്ല, പിന്നീട് വന്ന് പ്രാക്ടിക്കൽ സെഷൻ ചെയ്യാം. അതായത് വാസ്തുഭാരതി ഒരു കുടുംബമാണ്. അപ്പൊ വൺസ് നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ വാസ്തുഭാരതി കുടുംബത്തിൽ ഒരു അംഗമാകണം. അപ്പൊ അത് സമയാസമയങ്ങളിൽ എക്സാം അതൊക്കെ എഴുതാം. എന്ന് വെച്ചിട്ട് ആ എക്സാം കഴിഞ്ഞാൽ അവരെ അങ്ങനെ തന്നെ പറഞ്ഞു വിടുമൊന്നുമില്ല. എപ്പോ എവിടെ ഇങ്ങനെയുള്ള പ്രാക്ടിക്കലൊക്കെ ഉണ്ടാവും, നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതിൽ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് കുറ്റിയടി ഉണ്ട്, അത് ഇടും. അപ്പൊ ഈ എല്ലാവർക്കും അതിൽ വരാം. എങ്ങനെയാണ് കുറ്റി അടിക്കുന്നതൊക്കെ കണ്ടു മനസ്സിലാക്കാം. എപ്പോഴും അതായത് ഒരു ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു ബന്ധമാണ്. പിന്നെ വാസ്തുഭാരതിയുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ത്, ഇതിലുള്ള ഓരോരോ സ്റ്റുഡന്റും നമ്പർ 1 ആണോ എന്ന്. അതിനാണല്ലോ ഇവിടെ വരുന്നത്. അങ്ങയുടെ കുറെ ശിഷ്യന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് അറിയാലോ, നമ്മൾ പലരും വിളിക്കും. അപ്പൊ വിളിക്കുമ്പോ അവസാനമാണ് പറയാം, ഞാൻ നിശാന്ത് തോപ്പിൽ സാറിന്റെ ശിഷ്യനാണ് കേട്ടോ. വാസ്തുഭാരതി അതൊരു വലിയൊരു അനുഗ്രഹമാണ്. പ്രൗഡായിട്ടാണ് അത് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ഉണ്ടാക്കലും. പിന്നെ വേറൊരു വലിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളതിനെ പേഴ്സണാലിറ്റി ഒരു ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് പ്രാപ്തമാക്കണയാണ് ഈ 24 ക്ലാസ്സുകൾ കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് എല്ലാം പറയാനുള്ള ഒരു ചങ്കുറ്റം വരും. ഇവൻ സ്വന്തമായിട്ട് കോഴ്സ് നടത്തുന്ന ആളുകൾ വരെ ഉണ്ട് കേട്ടോ. എൻ്റെ ശിഷ്യന്മാര് സ്വന്തമായിട്ട് ബുക്ക് എഴുതുന്ന കുട്ടികളുണ്ട്. അതുമാതിരി സ്വന്തമായിട്ട് ഇവൻ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, കൺസൾട്ടിങ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ജീവന ഉപാധിയും കൂടിയാണ്. തീർച്ചയായിട്ടും വരുമാനം വരും. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രൊഫഷൻ പോലെ തന്നെ നല്ലൊരു ആദരണീയമായിട്ടുള്ള ഒരു ജോലിയാണ്. ഉറപ്പായിട്ടും ഒരു വാസ്തുശാസ്ത്രം നോക്കുന്ന ഒരാൾ ഒരു വീട് നോക്കാൻ ചെല്ലുക എന്ന് പറയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത വളരെ വലുതാണ്. വളരെ വലുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്ത ആളായതുകൊണ്ട് അതൊരു രസമാണ്. അതായത് ഞാൻ പറയാം, ഈ എഞ്ചിനീയേഴ്സ് ഒക്കെ വാസ്തു പഠിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും 4-5 വർഷം BRക്കും അതൊക്കെയായി. അപ്പൊ ഉണ്ടാവും ഒരു 4ാം ക്ലാസ്സുകാരൻ വാസ്തുക്കാരൻ വരുമ്പോ അയാൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും എണീച്ച് വെക്കും. ഈ 5 വർഷമൊക്കെ BRക്ക് പഠിച്ചോൻ വരുമ്പോ ഒരു വിലയില്ല. എന്നിട്ട് പറയും ഇത് ശരിയില്ല, അത് ശരിയില്ല, ആകെ പ്രശ്നമായി. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞു എന്റെ വലിയ ആഗ്രഹമാണ് ഇത് പഠിക്കണം പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ല അത് ഈ വർഷം നമുക്കാകാം. ഇത് സാർ എന്നെ പഠിപ്പിക്കാത്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. പഠിച്ചിട്ട് ഇനി മാറുമോ, അനാക് മീഡിയ ഇനി വാസ്തു മീഡിയ ആകുമെന്നാ. അതുകൊണ്ടാണ് അങ്ങനെയല്ല, ഒരു അറിവ് എപ്പോഴും നല്ലതാണ്. അപ്പൊ വാസ്തുശാസ്ത്രം പഠിക്കുക എന്ന് പറഞ്ഞാല് ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ പഠിക്കുക, സമൃദ്ധിയിലുള്ള ഒരു ജീവിക്കൽ, ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ആ ഒരു നമ്മളിത് പഠിച്ചോ 1 വർഷം കൊണ്ട് നമ്മൾ ഈ പൗരാണികമായിട്ടുള്ള ജ്ഞാനവും കിട്ടും, പിന്നെ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള അപ്ലിക്കേഷനും കിട്ടും. പിന്നെ ഈ വ്യക്തി ഒരു തൻ്റെയുള്ള വാസ്തു കൺസൾട്ടന്റ് ആയിട്ട് വളരെ ആധികാരികമായിട്ട് അയാൾക്ക് പറയാൻ പറ്റും ഇന്നതാണെന്ന്. എൻ്റെ ആവശ്യം ഓരോ ശിഷ്യന്മാരും എന്നെക്കാട്ടി ഉയരണം എന്നാണ്. കാരണം അത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, നമ്മളെ കേരളവും
വീണ്ടും ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കോഴ്സിനൊപ്പം ഈ പ്ലാൻ വരയ്ക്കാനൊക്കെ പഠിപ്പിക്കും? പ്ലാൻ വരയ്ക്കാൻ പഠിപ്പിക്കും. അത് കണക്ക് പ്രകാരം എങ്ങനെ വരയ്ക്കുക, അതും നമ്മളിവിടെ കോല് അങ്കുലം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ബ്രെയിനിലും നമ്മളെ ഒരു ജീനിൽ അതുണ്ട്. അപ്പൊ നമ്മൾ അത് എന്താണ്, അതിന്റെ തത്വങ്ങളാണ് എന്താണ്. അപ്പൊ അങ്കുലം എന്നൊക്കെ പറയും. ഇപ്പൊ പണ്ട് കാലത്താണെങ്കിൽ വീടൊക്കെ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാല് പണ്ട് സെന്റിമീറ്ററും മീറ്ററും ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓലമെന്ന് ഒരു ഈളെടുക്കും. ഈളെടുത്തിട്ട് ഈ നടുവിരലിന്റെ നടുഭാഗത്ത് വെക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു ഇത് കിട്ടും. ഇതിന് പറയും ഒരു അങ്കുലം എന്ന് പറയും. ഇതൊരു 24 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു കോലായി. ഈ കോല് 4 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ദണ്ഡായി. അതിലും വലിയ കണക്കുകൾ വരുമ്പോഴാണ് ചരടിലാക്കുക. യഥാർത്ഥത്തിലുള്ള സൂത്രങ്ങൾ എന്ന് പറയുന്നത് ഈ ചരടിടാനുള്ള തുളകളാ, അല്ല ദ്വാരങ്ങളാണ് പറയണത്. അപ്പൊ അങ്ങനെയുള്ളതിൻ്റെ അതിൻ്റെ എന്താണ് അതിൻ്റെ വസ്തുത. അതുപോലെ തന്നെ എങ്ങനെ ഈ പഞ്ചഭൂതങ്ങൾ രൂപപ്പെടുന്നത്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അത് ഈ 24 ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 24 ക്ലാസ്സുകൾ തന്നെയാണ്. ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ്, വാസ്തു ഉപയോഗിച്ചിട്ട് ഒരു ടൗൺ പ്ലാൻ ചെയ്യാം, ഒരു നഗരം തന്നെ സൃഷ്ടിക്കാം. അത് ഇപ്പൊ നമ്മളെ കേരളത്തിൽ എന്ന് പറഞ്ഞാല് തൃശ്ശൂർ ജില്ല അത് വാസ്തുപ്രകാരം ഉണ്ടാക്കിയൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അതിന്റെ ബ്രഹ്മസ്ഥാനത്താണ് നമ്മൾ കേട്ടില്ലേ വടക്കുന്നാഥന്റെ ക്ഷേത്രം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഓരോ ഭാഗത്തും നായിക്കനാൽ റോഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഇത് കാണാം. അതുപോലെ തന്നെ പുത്തമ്പള്ളി എന്ന് പറയുന്ന ഈ ക്രിസ്ത്യൻ സമൂഹത്തിനെ കൊണ്ടുപോയിട്ട് ശരിക്കും വ്യാപാരം നടത്താനായിട്ട് അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചതാണ്. കാരണം വാസ്തുവിൽ പറയുന്നുണ്ട് വടക്കോട്ടേക്ക് മുകളിലത് പട്ടണത്തിന്റെ തെക്ക് ഭാഗത്ത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് മനോഹര. അതുമല്ല കേരളത്തിന്റെ നടുവായിട്ട് നിൽക്കണെയാണ് ഇത്. ഇങ്ങനെ ഓരോ ശാസ്ത്രീയ വശങ്ങളും പഠിക്കും, അതിന്റെ പ്രാക്ടിക്കലും പഠിക്കും. അതുപോലെ തന്നെ വെറുതെ അല്ല, നമ്മൾ പറയുന്ന വാക്കുകൾക്കൊക്കെ ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു പ്രൂഫും ഉണ്ടാവും. മനസ്സിലായി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിപൂർണമായിട്ടും നമുക്കൊരു 100% പ്യുവർ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് യൂണിവേഴ്സിന് കൊടുക്കാൻ പറ്റും. എന്തായാലും ചെയ്യുന്ന ജോലിക്കൊപ്പം പഠിക്കുന്ന കോഴ്സുകൾക്കൊപ്പം പഠിക്കാൻ പറ്റുന്ന അതാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒഴിവാക്കൊന്നും വേണ്ട. കുറെ ആളുകൾ ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇത് ഓൺലൈൻ ആയതിനെ കൊണ്ടൊക്കെ അവർ ആ ജോലിയൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ കൂടെ തന്നെ പഠിക്കാം. പിന്നെ ഇതിൻ്റെ എക്സാം സിസ്റ്റം ഒക്കെ വളരെ സുഖകരമായിട്ടാണ്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകളും ഇത് പഠിക്കണം എന്നാണ്. പിന്നെ അത് മാത്രമല്ല, വെറുതെ അങ്ങോട്ടേക്ക് ക്ലാസ്സിലിരുന്ന് പോവുകയല്ല, അത് മനസ്സിലാക്കി ക്ലാസ്സിലിരുന്ന് അവരെ അടഞ്ഞിരിക്കും. പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, പിന്നെ കേരളത്തിന് പുറത്തും നിശാന്തോപ്പിൽ ഓടി എത്താൻ പറ്റില്ലല്ലോ. അതെ, അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ കൊണ്ടുള്ള ഒരു ഗുണം കൊറോണ നൽകിയ ഒരു നല്ല സംഭാവനയായിട്ട്. അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാല് ഇത് ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു. ഇപ്പം എല്ലാവരും തൃശ്ശൂർ വരണമായിരുന്നു. കൊറോണയോട് കൂടിയായിട്ട് ഇങ്ങനെ ഓൺലൈൻ ആരംഭിച്ചത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ കാനഡയിലുള്ള സ്റ്റുഡൻറ്റും ഉണ്ട്, അബുദാബിയിലുള്ളതും ഉണ്ട്, അത് ചൈനയിലുള്ള അടക്കമുണ്ട് കേട്ടോ. ചൈനയിലുള്ള സ്റ്റുഡൻ്റ് ഉണ്ട്. എല്ലാം പറയാണ് ഇവരൊക്കെ തന്നെ ഈ സമയമാകുമ്പോൾ ഒരു സമയമുണ്ട്, അത് കറക്റ്റ് ആകുമ്പോൾ അതിന് വന്നിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ അഥവാ ഒരു ദിവസം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല, അതിന്റെ റെക്കോർഡിങ് കിട്ടും. മനസ്സിലായി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ റെക്കോർഡിങ് അത് അവർക്ക് നോക്കിയിട്ട് അത് പഠിക്കും. സാറെന്തായാലും ഇംഗ്ലീഷിലൂടെ ഒരു വീഡിയോ ചെയ്യണതിനെ പറ്റി, കാരണം പുറത്തുള്ള ഒരുപാട് പേർക്ക് ഇത് പഠിക്കണം എന്ന് ആഗ്രഹം. സത്യമായിട്ട് കഴിഞ്ഞ ദിവസം മൂകാംബികയിൽ പോയപ്പോൾ ഞെട്ടിപ്പോയത് ഒരു ഫ്രാൻസിൽ നിന്നുള്ള 2 പേര് കപ്പിൾസ്. അവര് അവിടെ എന്തുമാത്രം മന്ത്രങ്ങളൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ ഇംഗ്ലീഷിൽ ചെയ്യണുണ്ട് കേട്ടോ. ഞാൻ അത് ചെയ്യണത് എന്ന് പറഞ്ഞാൽ ശ്രീ രവിശങ്കർജിയുടെ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പൊ നാളെ ഞാൻ ഇവിടേക്ക് പോവുകയാണ്. ശ്രീ യൂണിവേഴ്സിറ്റി ഉണ്ട് ഒറീസയിൽ. അതിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസും അതുമാതിരി തന്നെ നോർത്ത് ഇന്ത്യൻസും ആണ്. പിന്നെ നമ്മളെ കേരളത്തിൽ ഈ ഒരു ഇതിലാണ് പോണത് സിസ്റ്റം, അതിലാണ് ഇതുള്ളത്. ഇംഗ്ലീഷിൽ ക്ലാസ്സുകൾ ഉണ്ട്. എന്തായാലും വാസ്തുഭാരതിയിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. താല്പര്യമുള്ളവർ വിളിക്കുക, അഡ്മിഷൻ എടുക്കുക. താങ്ക് യു വെരി മച്ച്. എല്ലാവരും വാസ്തു പഠിക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക.